ഇന്നലെ രാത്രി ഒരു 10:30 ശേഷമാണ് കോലഞ്ചേരിയിലെ ബെസ്റ്റിൻ ബേക്കറിയിൽ ഈ രീതിയിലുള്ള ഒരു അതിക്രമം നടന്നത്. അവിടെ എത്തിയ രണ്ട് യുവാക്കളാണ്. ഈ രണ്ടുപേർ മാസ്ക് വെച്ചിരുന്നു. ആ മാസ്ക് വെച്ചതിന് ശേഷം ഈ കടയുടെ ഉടമ ആ സമയത്ത് അവരുടെ കിച്ചണിലായിരുന്നു. അവിടെ നിന്നും ഇവർ ഐസ്ക്രീം എല്ലാം മോഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ മോഷ്ടിച്ച് ഇവർ വന്നിട്ടുള്ള ഇന്നോവ കാറിലേക്ക് ആദ്യം വെക്കുന്നു. അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും ഈ കടയിലേക്ക് എത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇത് ഈ കാറിൽ വെച്ച് തിരിച്ചിപ്പോൾ തന്നെ വരാം, എന്നിട്ട് പണം തരാം എന്നുള്ളത് പറയുകയായിരുന്നു. അങ്ങനെ അവർ പോയതിനു ശേഷം പിന്നീട് അവർ വാഹനമെടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് കടയിലുണ്ടായിരുന്ന കടയുടമയായിട്ടുള്ള ബസ്റ്റിൻ ഇവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി പിന്നാലെ പോവുകയും ഈ കാറിന് ഉള്ളിലുണ്ടായിരുന്ന ഒരാളെ പിടുത്തമിടുകയും ചെയ്തത്. അങ്ങനെ പിടുത്തമിട്ടു എന്നുണ്ടെങ്കിലും ഈ ഇന്നോവ കാർ പിന്നീട് അവർ ഓടിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഏകദേശം ഒരു 50 മീറ്ററോളം ഇയാളെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ എവിടെ ഉള്ള സ്വദേശികളാണെന്ന് അറിയില്ല. ഇവരുടെ ഒരു നമ്പർ പ്ലേറ്റ് അവിടെ വീണ് ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരം തിരുവനന്തപുരം സ്വദേശികളാണ് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത്. ഇവർ രണ്ടുപേരും മാസ്ക് വെച്ചിരുന്നു. ഇത്തരത്തിലൊരു മോഷണം നടത്തി അത് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇതുണ്ടായത്. ഒപ്പം തന്നെ ഈ ബസ്റ്റിന്റെ കഴുത്തിലുള്ള സ്വർണ്ണമാല അത് കവരാനും ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം ഇവർ മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അത് പൊട്ടി അതിന്റെ ഒരു ഭാഗം ബസ്റ്റിന്റെ കയ്യിലാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു. പുത്തൻകുരിശ് പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ഇതിനോടകം തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.